എസെൻഷ്യൽ ഇംഗ്ലീഷ് ഗ്രാമർ മലയാളം സീരീസിലെ 23ാമത്തെ യൂണിറ്റാണ്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് അധ്യായങ്ങളിലായി ഈ പ്രൈമറി ഓക്സിലറി വെർബ് കൃത്യമായ ഉപയോഗക്രമങ്ങളാണ്, അതിന്റെ ആക്റ്റീവും പാസീവുമായ ഉപയോഗക്രമങ്ങളാണ് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പഠിച്ചത്. ഇനി ഈ 23ാമത്തെ അധ്യായത്തിൽ ഈ മൂന്നും ഇതുവരെ പഠിച്ച എല്ലാ കാര്യങ്ങളെയും ഒരു സംക്ഷിപ്തമായിട്ടുള്ള ഒരു അവലോകനമാണ് നമുക്ക് നോക്കാം. എന്താണ് വി ഹാവ് ആൻഡ് പ്രസന്റ് ആൻഡ് പാസ്റ്റ്, അതിന്റെ പാസീവ് അടക്കം ഉള്ള കാര്യങ്ങളെയാണ് പറയുന്നത്. അപ്പൊ കഴിഞ്ഞ അധ്യായങ്ങൾ നമുക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഇതിൽ ചെക്ക് ചെയ്യുന്നത്. ഒന്ന് ബി എന്നുള്ള വേർഡ്. ഓക്കെ, ബി എന്നുള്ളതിന്റെ പ്രസന്റ് ടെൻസ് ആണ് ആം, ഈസ്, ആർ. അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് വാസ്, വേർ എന്നുള്ളത്. ഇതിനുശേഷം ING ഉപയോഗിക്കുമ്പോൾ ചെയ്യുകയാണ് എന്നാണ് അർത്ഥം വരുന്നത്. ഇതിന് ഈ ബിയുടെ ഫോമുകൾക്ക് ശേഷം ആകെ രണ്ടേ ഫോമുകളും വെർബിന്റെ ഫോമുകളും മാത്രമേ ഉപയോഗിക്കാൻ പാടൂ. ഒന്ന് പ്രസന്റ് പാർട്ടിസിപ്പിൾ, അതായത് ING ഫോം, പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ, അതായത് V1, V2, V3 എന്നിങ്ങനെ പഠിച്ചിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് V3 ഫോം. യഥാർത്ഥത്തിൽ അത് ഫോർത്ത് ഫോമാണ്. റൈറ്റ്, റൈറ്റ്സ്, റോട്ട്, റിട്ടൺ, റൈറ്റിംഗ് എന്നില്ല റിട്ടൺ, ഈ രണ്ട് ഫോമുകൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പൊ ആദ്യം ആം, ഈസ്, ആർ പ്ലസ് ING വരുമ്പോൾ എന്താണ് അർത്ഥം എന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് പ്രസന്റ് കണ്ടിന്യൂസ് എന്നാണ് പറയുന്നത്. അത് യൂണിറ്റ് 3ലും 4ലും ആയിട്ട് നമ്മൾ വിശദീകരിച്ച് പഠിച്ചിട്ടുണ്ട്. ഇനി 26ാമത്തെ യൂണിറ്റിലും അതിനെക്കുറിച്ച് കുറച്ച് പാഠങ്ങൾ വരും. അപ്പൊ പ്ലീസ് ബി ക്വയറ്റ്, ഐ ആം വർക്കിംഗ്. ശാന്തരാവും, ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തുടങ്ങിയതും എന്നാൽ അവസാനിച്ചിട്ടില്ലാത്തതുമായ ഒരു പ്രവൃത്തിയെ കുറിക്കാനാണ് ആം പ്ലസ് ING ഉപയോഗിക്കുന്നത്. നമുക്കറിയാം ആം എന്നുള്ളത് ഐക്ക് ശേഷവും ഈസ് എന്നുള്ളത് ഏകവചന സബ്ജക്റ്റുകൾക്ക് ശേഷം ആർ എന്നുള്ളത് ബഹുവചന സബ്ജക്റ്റുകൾക്ക് ശേഷം ഉപയോഗിക്കുന്നു. ആൻഡ് ഇറ്റ്സ് ഇൻ റൈനിങ് അറ്റ് ദ മൊമെന്റ്, ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുന്നില്ല. അപ്പൊ അതിന്റെ നെഗറ്റീവ് ഫോം. അതിന്റെ ചോദ്യം വരുമ്പോൾ വാട്ട് ആർ യു ഡൂയിങ് ദിസ് ഈവനിങ്, ഇന്ന് വൈകുന്നേരം നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നർത്ഥം. ഇനി അത് വാസ് ആൻഡ് വേറിന് ശേഷമാണ് ING വരുന്നതെങ്കിൽ അതിന്റെ പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നു. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് യൂണിറ്റ് 13 നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം വരുന്നത് ഞാൻ ചെയ്യുകയായിരുന്നു എന്നാണ്. വാസ് എന്നുള്ളത് ഏകവചന സബ്ജക്റ്റുകൾക്ക് ശേഷം, വേർ എന്നുള്ളത് ബഹുവചന സബ്ജക്റ്റുകൾക്ക് ശേഷം ഉപയോഗിക്കുന്നു. ഐ വാസ് വർക്കിംഗ് വെൻ ഷി അറൈവ്ഡ്, അവൾ എത്തിയപ്പോൾ ഞാൻ ജോലി ചെയ്യുകയായിരുന്നു. ഇറ്റ് വാസ് ഇൻ റൈനിങ് സോ വി വെന്റ് ഔട്ട്, മഴ പെയ്യുകയായിരുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ പുറത്തു പോയി. വാട്ട് വെർ യു ഡൂയിങ് അറ്റ് 3 o'clock, 3 മണിക്ക് നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു. ഇനി ബി പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ, ബിക്ക് ശേഷം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് വരുന്നതെങ്കിൽ എന്താണ് അതിന്റെ അർത്ഥം? അതായത് ക്ലീൻഡ്, മെയ്ഡ്, ഈറ്റൻ പോലെയുള്ള പാസ്റ്റ് പാർട്ടിസിപ്പിൾ V3 ഫോമുകൾ വരുമ്പോൾ എന്താണ് അർത്ഥം? V3 അല്ലെങ്കിൽ V4. ഓക്കെ, ആം, ഈസ്, ആർ പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇത് നമ്മൾ കൃത്യമായിട്ട് പാസീവ് പ്രസന്റ് സിമ്പിൾ എന്നുള്ളത് യൂണിറ്റ് 21ൽ പഠിച്ചു. ദ റൂം ഈസ് ക്ലീൻഡ് എവരി ഡേ, റൂം എല്ലാ ദിവസവും വൃത്തിയാക്കാറുണ്ട്. അപ്പോൾ ഈസ് ക്ലീൻഡ് എന്ന് വരുമ്പോൾ ചെയ്യാറുണ്ട് എന്നന്നെ അർത്ഥം വരുന്നത്. ഇവിടെ ഒബ്ജക്റ്റ് ആണ് ആദ്യം കൊണ്ടുവരുന്നത് എന്ന് മാത്രം. ഐ ആം നെവർ ഇൻവൈറ്റഡ് ടു പാർട്ടി, എന്നെ ഒരിക്കലും പാർട്ടിക്ക് ക്ഷണിക്കാറില്ല എന്നാണ് അർത്ഥം വരുന്നത്. ഓറഞ്ചസ് ആർ ഇമ്പോർട്ടൻറ്റ്, ഓറഞ്ച് ബ്രിട്ടനിലേക്ക് ഇറക്കുമതി ചെയ്യുന്നു എന്നർത്ഥം. ഒക്കെ ചെയ്യപ്പെടുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ സ്കൂളിൽ പഠിക്കുക. അങ്ങനെയൊന്നും പഠിക്കേണ്ട കാര്യമില്ല. ഓറഞ്ചസ് ആർ ഇമ്പോർട്ടൻറ്റ്, ബ്രിട്ടനിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നു എന്നർത്ഥം. ഇനി വാസ് ആൻഡ് വേറിന് ശേഷം പാസ്റ്റ് പാർട്ടിസിപ്പിൾ വരുമ്പോൾ അതിനെ പാസ്റ്റ് സിമ്പിൾ എന്ന് പറഞ്ഞാൽ അത് യൂണിറ്റ് 21ൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ദ റൂം വാസ് ക്ലീൻഡ് യെസ്റ്റർഡേ, വാസ് ക്ലീൻഡ് എന്നാൽ വൃത്തിയാക്കി എന്നർത്ഥം. അപ്പോൾ ക്ലീൻഡ് എന്ന് പറഞ്ഞാലും വൃത്തിയാക്കി എന്ന് തന്നെയാണ്, വാസ് ക്ലീൻഡ് എന്ന് പറഞ്ഞാലും വൃത്തിയാക്കി എന്ന് തന്നെയാണ് അർത്ഥം വരുന്നത്. ക്ലീൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആരാണോ വൃത്തിയാക്കിയത് അവരെ ആദ്യം കൊണ്ടുവരുന്നു, മറ്റേത് ഒബ്ജക്റ്റിനെ കൊണ്ടുവരുന്നു. വാസ് ക്ലീൻ എന്ന് ഇത് മാത്രമാണ് വ്യത്യാസം. അർത്ഥത്തിൽ വ്യത്യാസമില്ല, സ്ട്രക്ചറിലാണ് വ്യത്യാസം. ദ റൂം വാസ് ക്ലീൻ യെസ്റ്റർഡേ, ഇന്നലെ റൂം വൃത്തിയാക്കി. ദീസ് ഹൗസസ് വർ ബിൽറ്റ് 100 years ago, 100 വർഷം മുമ്പ് ഈ വീടുകൾ നിർമ്മിച്ചു. അപ്പൊ ഹൗസസ് ആയതുകൊണ്ട് അത് ബഹുവചനമാണ്, അതുകൊണ്ടാണ് ഉപയോഗിക്കുന്നത്. ഹൗ വാസ് ദ വിൻഡോ ബ്രോക്കൻ, എങ്ങനെയാണ് വിൻഡോ പൊട്ടിയത്. വേർ വേർ യു ബോൺ, നിങ്ങൾ എവിടെയാണ് ജനിച്ചത് എന്നിങ്ങനെയാണ് അർത്ഥം വരുന്നത്. ഇനി മൂന്നാമത്തത് ഹാവ് ഹാസ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഹാവ് ഹാസിന് ശേഷം പാസ്റ്റ് പാർട്ടിസിപ്പിൾ മാത്രമേ ഉപയോഗിക്കാൻ പാടൂ. അപ്പൊ ചെയ്തിട്ടുണ്ട്, ചെയ്തിരിക്കുന്നു എന്നാണ് അർത്ഥം വരുന്നത്. ഓക്കെ, ഹാവ് ഹാസ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അതിന് പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നു. അത് യൂണിറ്റ് 15ലും 18ലുമാണ്. അതിനെക്കുറിച്ച് 15 മുതൽ 18 വരെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ അർത്ഥങ്ങൾ പഠിച്ചു. ഐ ക്ലീൻഡ് മൈ റൂം, ഞാൻ എൻ്റെ റൂം വൃത്തിയാക്കിയിരിക്കുന്നു അല്ലെങ്കിൽ വൃത്തിയാക്കിയിട്ടുണ്ട്. ടോം ഹാസ് ലോസ്റ്റ് ഹിസ് പാസ്പോർട്ട്, ടോമിന് അദ്ദേഹത്തിന്റെ പാസ്പോർട്ട് നഷ്ടപ്പെട്ടിരിക്കുന്നു. ബാർബറ ഹാസൻ ബീൻ ടു കാനഡ, ബാർബറ കാനഡയിലേക്ക് ഇതുവരെ പോയിട്ടില്ല. ബീൻ എന്നതിന് ഗോ എന്നർത്ഥമുണ്ട്, കം എന്നർത്ഥമുണ്ട്, ഗോ ആൻഡ് കം എന്നർത്ഥം. ആൻഡ് വേർ ഹാവ് പോൾ ആൻഡ് ലിൻഡ ഗോൺ, അങ്ങോട്ടാണ് പോളും ലിൻഡയും പോയിരിക്കുന്നത്. ഇനി ഡു, ഡസ്, ഡിഡ് പ്ലസ് ഇൻഫിനിറ്റീവ്. അപ്പോൾ ഇവിടെ ഹാവ് ഹാസിന് ശേഷം പാസ്റ്റ് പാർട്ടിസിപ്പിൾ മാത്രമേ ഉപയോഗിക്കൂ എന്ന് പറഞ്ഞ പോലെ ഡു, ഡസ്, ഡിഡിന് ശേഷം ഇൻഫിനിറ്റീവ് ഫോമുകൾ മാത്രമേ ഉപയോഗിക്കൂ. ക്ലീൻ, ലൈക്ക്, ഈറ്റ് പോലത്തെ ഫസ്റ്റ് ഫോമുകൾ. ആൻഡ് ഡു, ഡസ് പ്ലസ് ഇൻഫിനിറ്റീവ് പ്രസന്റ് സിമ്പിൾ, നെഗറ്റീവ് ആൻഡ് ക്വസ്റ്റ്യൻ.
ഈ ഡു ഡസ് ആണ് പ്രസന്റ് സിമ്പിളിന്റെ നെഗറ്റീവും ക്വസ്റ്റ്യൻസ് ഉപയോഗിക്കുന്നത്. ഐ ലൈക്ക് കോഫി ബട്ട് ഐ ഡോണ്ട് ലൈക്ക് ടീ. ഞാൻ കോഫി ഇഷ്ടപ്പെടുന്നു, പക്ഷെ ഞാൻ ടീ ഇഷ്ടപ്പെടുന്നില്ല. ക്രിസ് ഡസന്റ് ഗോ ഔട്ട് വെരി ഓഫൻ. മിക്കപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ക്രിസ് പുറത്തു പോകാറില്ല. വാട്ട് യു ഡു യൂഷ്വലി വാട്ട് യു യൂഷ്വലി ഡു അറ്റ് വീക്കെൻഡ്. വാരാന്ത്യങ്ങളിൽ നിങ്ങൾ സാധാരണ എന്താണ് ചെയ്യാറ്? ഡസ് ബാർബറ ലീവ് അലോൺ. ഒറ്റക്കാണോ ബാർബറ താമസിക്കുന്നത് അല്ലെങ്കിൽ താമസിക്കാറ് എന്നർത്ഥം. ഇനി എൻ്റെ ഡിഡ് പ്ലസ് ഇൻഫിനിറ്റീവ് ആണെങ്കിൽ ചെയ്തു എന്നുള്ള അർത്ഥത്തിലാണ്. അത് പാസ്റ്റ് സിമ്പിൾ നെഗറ്റീവ് ആൻഡ് ക്വസ്റ്റ്യൻസിലാണ് ഉപയോഗിക്കുന്നത്. ഐ ഡിഡിൻ വാച്ച് ടി വി. ഞാൻ ഇന്നലെ ടി വി കണ്ടില്ല. ഇറ്റ് ഡിഡിൻ റൈൻ ലാസ്റ്റ്. കഴിഞ്ഞ ആഴ്ച മഴ പെയ്തില്ല. വാട്ട് ടൈം ഇറ്റ് പോൾ ആൻഡ് ഡിഡ് ഓഫ്. എത്ര മണിക്കാണ് ഇതിൻ്റെയും പോളും പുറത്തു പോയത്. ഓക്കെ, അപ്പോൾ ഇതുവരെയുള്ള പാഠങ്ങളുടെ ഒരു സംക്ഷിപ്ത രൂപമാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഇറഗുലർ വർബ്സ് എന്താണെന്ന് കൃത്യമായി പഠിക്കേണ്ടത്. അത് യൂണിറ്റ് 24 അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഒപ്പം തന്നെ അപ്പൻഡിക്സ് 2 and 3 രണ്ടിലും മൂന്നിലും പറയുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട എക്സസൈസുകൾ നോക്കാം. ആൻഡ് പുട്ട് ഈസ് ആർ ഡു ഓർ ഡസ്. ഇതിൽ ഏതാണ് കറക്റ്റ് അതാണ് നിങ്ങളിവിടെ ചെയ്യേണ്ടത്. ഡു യു വർക്ക് ഇൻ ദ ഈവനിങ് ഒരു ഉദാഹരണം കൊടുത്തിരിക്കുന്നു. വേർ ആർ ദേ ഗോയിങ്, എവിടെയാണ് അവർ പോകുന്നത്. അതേപോലെ വൈ 4, 5, 6 10 ചോദ്യങ്ങളുണ്ട്. ഇതിൽ ഡു ആണോ, ഈസ് ആണോ, ആർ ആണോ, ഡു ആണോ, ഡസ് ആണോ, ഏതാണ് കറക്റ്റ് ഫോം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് എഴുതുക എന്നതാണ്. ഇതുവരെയുള്ള പാഠങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയും. ഇല്ലെങ്കിൽ നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട ഓരോ പാഠങ്ങൾ പഠിക്കേണ്ടതുണ്ട് എന്നർത്ഥം, ഉത്തരം ശരിയായിട്ടില്ലെങ്കിൽ. രണ്ടാമത്തെ എക്സസൈസ് നോക്കാം. പുട്ട് ആം നോട്ട്, ഈസ് ഇറ്റ്, ആർ ഇറ്റ്, ഡോണ്ട്, ഡസ്. ഇതിലേതാണ് കറക്റ്റ് എന്നുള്ളത് ഇവിടെ എഴുതുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഒന്നാമത്തെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ടോം ഡസൻ വർക്ക് ഇൻ ദ ഈവനിങ്. വൈകുന്നേരങ്ങളിൽ ടോം ജോലി ചെയ്യാറില്ല എന്നർത്ഥം. മൂന്നാമത്തെ എക്സസൈസ് പുട്ട് വാസ്, വേർ, ഡിഡ്, ഹാവ്, ഹാസ്. ഇതിലേതാണ് കറക്റ്റ് എങ്കിൽ അതാണ് ഇവിടെ എഴുതേണ്ടത്. വേർ യുവർ ഷൂസ് മെയ്ഡ്, എവിടെയാണ് നിങ്ങൾ ഷൂസ് ഉണ്ടാക്കിയത് എന്നർത്ഥം വരുന്നു. ബാക്കിയുള്ളത് ഇതുപോലെ ചെയ്യുക. നാലാമത്തെ എക്സസൈസ് ഈസ്, ആർ, വാസ്, വേർ, ഹാവ്, ഹാസ്. ഏതാണോ കറക്റ്റ് അതാണ് ഇവിടെ എഴുതുന്നത്. ജോ ഹാസ് ലോസ്റ്റ് ഹിസ് പാസ്പോർട്ട്. ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഹാസ് ആണ് കറക്റ്റ്. അതേപോലെ ഈ 9 നിങ്ങൾ എഴുതണം. പിന്നെ അടുത്തത് അഞ്ചാമത്തെ എക്സസൈസ് കംപ്ലീറ്റ് ദ സെന്റൻസസ് ചൂസ് ഫ്രം ദ ലിസ്റ്റ് ആൻഡ് പുട്ട് ദ വേർഡ് ഇൻടു ദ കറക്റ്റ് ഫോം. ഡാമേജ്, ഈറ്റ്, എൻജോയ്, ഗോ അവേ, ലിസൺ, ഓപ്പൺ, പ്രൊനൗൺസ്, റൈൻ, അണ്ടർസ്റ്റാൻഡ്, യൂസ്. ഈ വെർബുകളുടെ ing ഫോം ആണോ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണോ, പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണോ, ഏതാണ് കറക്റ്റ് അതാണ് ഇവിടെ നിങ്ങൾ എഴുതേണ്ടത്. ഐ ആം ഗോയിങ് ടു ടേക്ക് എൻ അംബ്രല്ല വിത്ത് മീ, ഇറ്റ്സ് റൈനിങ്. അപ്പോൾ ഇറ്റ്സ് റൈനിങ് എന്നത് ഇവിടെ കറക്റ്റ്. ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നു. വൈ ആർ യു സോ ടയർഡ്, ഡിഡ് യു ഗോ ടു ബെഡ് ലേറ്റ് ലാസ്റ്റ് നൈറ്റ് എന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ ഈ 11 ചെയ്യുക എന്നുള്ളതാണ് എക്സസൈസുകൾ. അപ്പോൾ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ അധ്യായത്തിൽ മെയിനായിട്ട് നമ്മൾ ചർച്ച ചെയ്തിരിക്കുന്ന ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞത് വി ഡു ഹാവ് എന്നുള്ളതിൻ്റെ ഇതുവരെ എടുത്ത പാഠങ്ങളുടെ സംക്ഷിപ്ത രൂപങ്ങളാണ്. എല്ലാ എക്സസൈസുകളും നിങ്ങൾ ചെയ്യണം. അത് ചെയ്തത് കറക്റ്റ് ആണെങ്കിൽ ഇതിനർത്ഥം നിങ്ങൾക്ക് ഇതുവരെ എടുത്ത പാഠങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള പാഠങ്ങൾ അറിയേണ്ട കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിലൊന്ന് പ്രധാനപ്പെട്ട കാര്യം ഇറഗുലർ വേർബ്സ് ആണ്. അപ്പോൾ ഇറഗുലർ വേർബ്സുമായി ബന്ധപ്പെട്ട വീഡിയോയുമായി നമുക്ക് അടുത്ത ലെസണിൽ കാണാം.